ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ പ്രഭാഷണം നമ്മളുടെ ഭാഗവത കുടുംബത്തിലെ തന്നെ അംഗമായിട്ടുള്ള വിജയലക്ഷ്മി ശേഷിയാണ്. ധാരാളം നാരായണീയ സപ്താഹങ്ങളും യജ്ഞങ്ങളും അതുപോലെ ഭാഗവത ക്ലാസ്സുകളും നാരായണീയത്തിൻ്റെയും ധാരാളം ക്ലാസ്സുകളൊക്കെ തിരുവനന്തപുരത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ആചാര്യയായിട്ട് തന്നെ വിജയലക്ഷ്മി ചേച്ചിയെ അറിയപ്പെടും. ആ വിജയലക്ഷ്മി ചേച്ചിയെ നമുക്ക് പാലാഴി മഥനം എന്നുള്ള ഒരു കഥ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര മര്യാദകളോടും കൂടി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൂര്യേന്ദു കോടി വിലസത്മകുടാംഗദാതി പൂഷാ സഹസ്ര പരിമണ്ഡിത ദിവ്യഗാത്രം ഭോഗീന്ദ്ര ഭോഗശയനം രമഭൂസമേതം ശ്രീപത്മനാഭമനിശം ഹൃദി ഭാവയാമി. ശ്രീപത്മനാഭം അനിശം ഹൃദി ഭാവയാമി. ഭാഗവത കുടുംബത്തിലെ പരമാചാര്യനും ഓൺലൈൻ ഭാഗവതത്തിലെ സത്രത്തിലെ മുഖ്യ ആചാര്യനുമായ സംപൂജ്യനായ ബ്രഹ്മശ്രീ ഇളയിടം ശങ്കരനാരായണൻ നമ്പൂതിരി എന്ന മനു തിരുമേനിക്കും ഭാഗവതോത്തമനായിട്ടുള്ള ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിജിക്കും ഈ കുടുംബത്തിലെ സംപൂജ്യരായ എല്ലാ ഭാഗവത പ്രേമികൾക്കും വിനീതമായ നമസ്കാരം. പാലാഴി മഥനമാണ് അനുസ്മരിക്കാനുള്ളത്. ഞാനൊരു പ്രഭാഷകയൊന്നും അല്ല. ഭഗവാന്റെ ഭക്തവാത്സല്യം തുളുമ്പുന്ന കഥകൾ കേൾക്കാനും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വച്ചുകൊണ്ട് അത് പറയുകയാണ്. ഗുരുനാഥൻ ബ്രഹ്മശ്രീ ഹരിദാസ്ജിക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തില് 5-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വ്യാസഭഗവാൻ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചതിനെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കുന്നത്. പാലാഴി മഥനം വളരെ അർത്ഥവത്തായ ശാസ്ത്രീയമായി വിശദീകരിക്കപ്പെട്ടതും ധാരാളം തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ലീലയാണ്. ഇതില് ധാരാളം അവതാരങ്ങളുണ്ട്. ഭഗവാന്റെ കൂർമാവതാരം, അതുപോലെ തന്നെ ശ്രീഹരിയുടെ അവതാരം, അജിതനായ ഭഗവാന്റെ അവതാരം, ധന്വന്തിരി മൂർത്തിയുടെ അവതാരം, മോഹിനിയുടെ അവതാരം, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം, ഇങ്ങനെ നമുക്ക് അനേക അവതാരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. പാലാഴി മഥനം കഥ ഇങ്ങനെയാണ്. ഒരിക്കല് ദുർവാസാവ് മഹർഷിക്ക് വിദ്യാധര സ്ത്രീകള് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പൂമാല നൽകി. ആ മാല ചൂടുന്നയാള് ത്രൈലോക്യ വന്ദിതനാകും എന്ന മാഹാത്മ്യം ഉണ്ടെന്നറിഞ്ഞപ്പോഴ് ദുർവാസാവ് മഹർഷി ആ മാലയെ ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ദേവേന്ദ്രന് നൽകി. ദേവേന്ദ്രൻ ആ മാലയെ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചിട്ട് തന്റെ തലമുടിയൊക്കെ കോതി ഒതുക്കി അതിൽ കെട്ടിവയ്ക്കാമെന്ന് കരുതി അങ്ങനെ തലമുടിയൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ പൂമാലയിലെ പൂക്കളുടെ സുഗന്ധം നിമിത്തം ധാരാളം വണ്ടുകളും തേനീച്ചകളും ഒക്കെ പറന്നെത്തി ആനയുടെ കണ്ണിലും കാതിലും ഒക്കെ മുരണ്ടു. ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ആന എന്ത് ചെയ്തു? മസ്തകത്തിൽ നിന്നും ആ പൂവ് തന്റെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി തേച്ചു. ഇതാര് കണ്ടു? ദുർവാസാവ് മഹർഷി കണ്ടു. താൻ കൊടുത്ത പൂമാല ദേവേന്ദ്രൻ അനാദരിച്ചതായിട്ടാണ് ദുർവാസാവ് മഹർഷിക്ക് തോന്നിയത്. ദുർവാസാവിന് കോപം വന്നു. സ്വതേ തന്നെ കോപിഷ്ഠനാണ് ദുർവാസാവ് മഹർഷി. ഉടനെ ഒരു ശാപം കൊടുത്തു. ദേവേന്ദ്രനെ മാത്രമല്ല ശപിച്ചത്, ദേവേന്ദ്രനും മറ്റു ദേവന്മാർക്കും ഒക്കെ ജരാനരകൾ ബാധിക്കട്ടെ, ഐശ്വര്യം നശിക്കട്ടെ എന്നാണ് ശപിച്ചത്. നമുക്കിവിടെ ഒരു സംശയം തോന്നാം, മഹർഷീശ്വരന്മാർക്ക് ഇങ്ങനെ ശപിക്കാൻ പാടുണ്ടോ? കോപം വരാമോ എന്നൊക്കെ നമുക്ക് ഒരു സംശയം തോന്നാം, അല്ലെ? കോപം കൊണ്ട് ശപിക്കരുത് ആരും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതാണല്ലോ പ്രമാണം. അപ്പോൾ ഭഗവാൻ
ഇത് എന്തിനാണ് മഹാത്മാക്കള് മറ്റുള്ളവരെ ശപിക്കുന്നത്, അവർക്ക് ദുഃഖങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളെ ഭഗവോന്മുഖരാക്കാൻ വേണ്ടിയാണ്, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ നമ്മുടെ നളഗോപുര മണിഗിരിവന്മാരെ ശപിക്കുന്ന നാരദ മഹർഷിയെ നമ്മൾ ദശമസ്കന്ധത്തിൽ കാണുന്നുണ്ട്. സമൃദ്ധി ഉള്ളപ്പോൾ ആരും ഭഗവാനെ ഭജിക്കൂല, ദുഃഖം വരുമ്പോഴല്ലേ ഭഗവാനെ ഭജിക്കുള്ളൂ. അതുകൊണ്ട് ഈ ദുർവാസാവിന്റെ ശാപം മൂലം ഈ ദേവന്മാർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടായി. ജരാനരകളൊക്കെ ബാധിച്ചു, പിന്നെ അവരുടെ ശക്തിയെല്ലാം നശിച്ചു. ആ സമയം നോക്കി അസുരന്മാർ അവരോട് യുദ്ധത്തിന് വന്നു. ദേവന്മാര് തോറ്റു, അസുരന്മാരാണ് ജയിച്ചത്. അവർക്ക് വല്ലാത്ത വിഷമത്തിലായി. അവരെല്ലാവരും എന്ത് ചെയ്തു? ഭഗവാനെ ഭജിച്ചു. പരമശിവനെ ആദ്യം ദേവന്മാരെല്ലാവരും പോയി കണ്ടു. പിന്നെ പരമശിവനും ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മാവിനറിയാം ശ്രീനാരായണന് മാത്രമേ ദേവന്മാരെ ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ സ്തുതിയിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ബ്രഹ്മാവിന്റെ സ്തുതിയൊക്കെ വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ്. ഭഗവാൻ ഹരിരീശ്വരഃ, ഹരിയാണ്. ഹരി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇന്നലെ നമുക്ക് അജാമളോപാഖ്യാനത്തില് സംപൂജ്യനായിട്ടുള്ള ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി നമുക്ക് പറഞ്ഞു തന്നു. ഹരിർ ഹരതി പാപാനി എന്നാണ്. നമ്മുടെ സകല പാപത്തെയും ദുഃഖത്തെയും വിഷമത്തെയും സങ്കടങ്ങളെയും എല്ലാം ഇല്ലാതാക്കുന്നവനാണ് ഹരി. എന്ന് മാത്രമല്ല ഹരിരീശ്വര, ഈശ്വര എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭരണശ്രേഷ്ഠൻ എന്നാണ്. ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. നമ്മളെല്ലാം സംരക്ഷിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. ഭക്തിയോടുകൂടി ആരാണോ ഭഗവാനെ വിളിക്കുന്നത് അവരുടെ മുന്നിൽ ഭഗവാൻ തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെടും. നമുക്ക് ഭാഗവതത്തിൽ എത്ര എത്ര ഉദാഹരണങ്ങളാണുള്ളത്. ഗജേന്ദ്രന്റെ മുന്നിൽ ഭഗവാൻ വന്നില്ലേ? ധ്രുവബാലന്റെ മുന്നിൽ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് എത്തിയില്ലേ? പ്രഹ്ലാദ ബാലന്റെ മുന്നിൽ നരസിംഹമായിട്ട് എത്തിയില്ലേ? ആ ഗോപികമാരുടെ മുന്നിലോ മന്മഥനായിട്ടല്ലേ ഭഗവാൻ എത്തിയത്? പാഞ്ചാലിയുടെ മുന്നിലാണെങ്കിലോ പൂഞ്ചേലയുമായിട്ടാണ് എത്തിയത്. പിന്നെ നമുക്കിവിടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന കുരൂരമ്മയുടെ മുന്നിൽ, കുരൂരമ്മയ്ക്ക് ചെറുപ്പത്തിലേ തന്നെ ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ അമ്മയുടെ അടുത്ത് ഉണ്ണിക്കണ്ണനായിട്ട് കൊച്ചു ഉണ്ണിയായിട്ടല്ലേ ചെന്ന് നിന്നത്. പിന്നെ പൂന്താനത്തിന്റെ കൂടെ വന്നില്ലേ? പൂന്താനം എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ തൊഴുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവസാനം 90 വയസ്സായപ്പോൾ ഇനി നടന്നാണ് അന്നൊക്കെ പോകേണ്ടത്. നടക്കാൻ വയ്യ എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ ഭഗവാനോട് ചെന്ന് കരഞ്ഞു പറഞ്ഞു, ഇനി എനിക്ക് വന്ന് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല, എനിക്ക് വയസ്സ് 90 എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ആ ഒരു ഉണ്ണി വന്ന് നിൽക്കുന്നു. ഉണ്ണി നീ ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത് ഇനി എന്നെ അങ്ങോട്ട് വന്ന് കാണാൻ പറ്റില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ എത്ര വില്ലുമംഗലത്തിന് ഭഗവാന്റെ വില്ലുമംഗലം സ്വാമിക്ക് ആ ഉണ്ണിക്കണ്ണനായിട്ട് എത്ര രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആ ഭഗവാനെ ആരാണോ വിളിക്കുന്നത് അവരുടെ മുന്നിലെല്ലാം ഭഗവാൻ ഓടിയെത്തും. ഇവിടെ ഏതാ ദേവന്മാര് വിളിച്ചപ്പോഴും ഭഗവാൻ അവരുടെ മുന്നിലെത്തി. ഭഗവാൻ എങ്ങനെയാണ് വന്നത്? സർവാഭരണ വിഭൂഷിതനായിട്ട് അതീവ തേജസ്സോടുകൂടി അതിമനോഹരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ദേവന്മാരുടെ ആ സങ്കടം എല്ലാം കേട്ടു. അവരോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് കാലം അനുകൂലമല്ല, അസുരന്മാർക്കാണ് ഇപ്പം കാലം അനുകൂലം. അതുകൊണ്ട് നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. കാലാവലോകനം കാര്യസാധ്യം നൃണാം എന്ന് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയണില്ലേ? അപ്പം കാലം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാലാഴി മഥനം ചെയ്ത് അതിൽ നിന്ന് വരുന്ന അമൃത് സേവിച്ചാല് നിങ്ങളുടെ ജരാനരകളെല്ലാം മാറി നിങ്ങൾക്ക് ശക്തി വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. മൃത്യുഗ്രസ്തോ അമരോ ഭവേത് എന്നാണ്. അങ്ങനെ ആ മരണമില്ലാത്തവരായിട്ട് തീരാനായിട്ട് സാധിക്കും. പാലാഴി മഥനത്തിന് അസുരന്മാരെ കൂടി കൂട്ടുവിളിക്കണമെന്ന് പറഞ്ഞു. കാര്യം സാധിക്കാൻ വേണ്ടി അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം സാധിച്ചാല് നിങ്ങൾക്ക് അവരെ ജയിക്കുകയും ചെയ്യാം. ഇനി എങ്ങനെയാണ് പാലാഴി കടയേണ്ടത്? അതെല്ലാം ഭഗവാൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു. പാലാഴിയിൽ ഔഷധികളെല്ലാം കൊണ്ടുവന്നിടണം, ഇട്ടിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കണം, വാസുകിയെ കയറായിട്ട് വയ്ക്കണം. എന്നിട്ട് 2 കൂട്ടരും വാസുകിയുടെ തലയും വാലും പിടിച്ച് തടഞ്ഞ് അമൃതെടുക്കണം. അമൃത് കിട്ടിയാല് അസുരന്മാര് അമൃത് കൊടുക്കേണ്ടി വരുമോ എന്ന് നിങ്ങൾ ശങ്കിക്കണ്ട. നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും കൂടെയുണ്ട്. അമൃത് അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അസുരന്മാർക്ക് ക്ലേശം മാത്രമാണ് ഫലം. അമൃത് ലഭിക്കാനുണ്ടായ പരിശ്രമം മാത്രമാണ് ഫലം. ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹാഹ എന്ന് ഭഗവാൻ തന്നെ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്.
അങ്ങനെ ആ സമുദ്രമഥനം ചെയ്യുമ്പോൾ ആദ്യം കാളകൂടവിഷം വരും. അതിൽ നിങ്ങൾ ഭയപ്പെടരുത്. പിന്നെയും മഥനം ചെയ്യുമ്പോൾ പലവിധ പദാർത്ഥങ്ങളും വരും. അതിനൊന്നും നിങ്ങൾ മോഹിക്കരുത്. ഇപ്രകാരമെല്ലാം ദേവന്മാരോട് പറഞ്ഞിട്ട് ഭഗവാൻ എന്തു ചെയ്തു? അന്തർദാനം ചെയ്തു. ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് സമർത്ഥനായിട്ടുള്ള ദേവേന്ദ്രൻ എന്ത് ചെയ്തു? മധുരവാക്കുകൾ കൊണ്ട് ബലിയെ സന്തോഷിപ്പിച്ചു. മഥനത്തിന് സഹായിക്കാമെന്ന് സമ്മതം നേടി. പൂർവ്വവൈരം വെടിഞ്ഞ് രണ്ടു കൂട്ടരും ഒത്തുചേർന്ന് പരിശ്രമിക്കാനായിട്ട് തുടങ്ങി. ദുർമതമുള്ള അസുരന്മാര് മന്ദരപർവ്വതത്തെ പുഴക്കിയെടുത്തു കൊണ്ടുവരവേ അതിന്റെ ഭാരം നിമിത്തം പർവ്വതം താഴേക്ക് വീണു. അതിന്റെ അടിയിൽപ്പെട്ട സുരന്മാരും അസുരന്മാരും എല്ലാം അംഗവിഹീനരായി. ദേവന്മാര് അവരുടെ സങ്കടാവസ്ഥ കണ്ടറിഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗരുഡാരൂഢനായിട്ട് അവിടെ എത്തി തന്റെ കരുണാകടാക്ഷം കൊണ്ട് അവരെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കി. എന്നിട്ട് മന്ദരപർവ്വതത്തെ അനായാസേന ഒറ്റ കൈ കൊണ്ട് ഒരു ബദരക്കുരു എടുക്കുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടി പൊക്കിയെടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് പാലാഴിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. എന്നിട്ട് നാഗരാജാവായ വാസുകിയെ കൊണ്ടുവന്നു. മന്ദരപർവ്വതത്തിന് ചുറ്റി എല്ലാ ഔഷധികളും പാലാഴിയിൽ നിക്ഷേപിച്ചു. തന്റെ ഭക്തരായ ദേവന്മാർക്ക് വാസുകിയുടെ മുഖത്തു നിന്നും ഉണ്ടാകുന്ന ആ ചൂട് കാറ്റ് ഏൽക്കാതിരിക്കാൻ ഭഗവാൻ ഒരു സൂത്രമാണ് പ്രയോഗിച്ചത്. ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരോട് പറഞ്ഞ് ആദ്യം തലഭാഗം പോയി പിടിക്കാൻ പറഞ്ഞു. ദേവന്മാർ അവിടെ തലഭാഗം പിടിച്ചോണ്ടിരുന്നപ്പോൾ അസുരന്മാരിത് കണ്ടു. അസുരന്മാര് പറഞ്ഞു അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു ഞങ്ങൾ മോശക്കാരൊന്നും അല്ല, ഞങ്ങൾ ഈ സർപ്പത്തിന്റെ പുച്ഛം ഈ വാല് പിടിക്കുകയില്ല എന്ന് പറഞ്ഞ് അവര് മാറി നിന്നു. ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരോട് കണ്ണ് കാണിച്ചു, നിങ്ങൾ പോയി വാല് പിടിക്ക്. അങ്ങനെ വാസുകിയുടെ വാൽഭാഗം ദേവന്മാര് പിടിച്ചു. ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയൊക്കെയാണ് ദേവന്മാരെ സഹായിക്കുന്നത് അല്ലെ? അസുരന്മാര് വാസുകിയുടെ മുഖവും പിടിച്ചു. അങ്ങനെ ദേവാസുരന്മാര് അത്യുത്സാഹത്തോടെ അങ്ങനെ മഥനം ആരംഭിച്ചു. മന്ദരപർവ്വതം ആ പാലാഴിയിൽ അങ്ങ് താണുപോയി. ദേവന്മാര് ദുഃഖിതരായി. അത് എന്തുകൊണ്ടാണ് താണുപോയത്? ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിഘ്നേശ്വര പൂജ ചെയ്യണം. യാതൊരു വിഘ്നവും ഒരു തടസ്സവും വരാതിരിക്കണമെങ്കിൽ നമ്മൾ വിഘ്നേശ്വര പൂജ ചെയ്യണം. ഇവിടെ പൂജ ചെയ്യാതെയാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? വിഘ്നേശ്വരനെ പൂജിച്ചു. അങ്ങനെ ആ മഹാഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ തടസ്സമെല്ലാം മാറിക്കിട്ടി. എന്നിട്ട് ഭഗവാൻ അതാ കൂർമ്മമായിട്ട് അവതരിച്ചു. മന്ദരപർവ്വതത്തെ ഉദ്ധരിച്ചു ഭഗവാൻ. പർവ്വതത്തെ ഉയർത്തുന്നതിൽ ഭഗവാൻ ഒരു കഷ്ടവും ഉണ്ടായില്ല. വജ്രത്തെക്കാളും കഠിനമായിട്ടുള്ള പൃഷ്ഠഭാഗം 1,00,000 യോജന വിസ്താരമാണ് ആ കൂർമ്മത്തിനുണ്ടായിരുന്നത്. മന്ദരപർവ്വതം പൊക്കി തന്റെ പൃഷ്ഠഭാഗത്ത് വച്ച് അങ്ങനെ തിരിയുന്ന സമയത്ത് ഭഗവാന് പൃഷ്ഠഭാഗം ചൊറിയുന്നത് ഒരു സുഖമുണ്ടല്ലോ, അത് മാത്രമാണ് അനുഭവപ്പെട്ടതെന്നാണ്. അങ്ങനെ മന്ദരപർവ്വതം പൊങ്ങി വന്നപ്പോൾ അത്യുത്സാഹത്തോടെ മഥനം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അസുരന്മാരും ദേവന്മാരും വാസുകിയും എല്ലാം ക്ഷീണിച്ചതായിട്ട് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവർക്ക് വീര്യബലങ്ങളെ നൽകി അനുഗ്രഹിച്ചു. വാസുകിയില് നിദ്രാസ്വരൂപത്തോടു കൂടിയാണ് പ്രവേശിച്ചത്. ഏത് കാര്യം ചെയ്യുന്നതും നമ്മുടെ കഴിവുകൊണ്ടല്ല. ഈ തത്വം നമുക്ക് ഉറയ്ക്കണം. ഭഗവാനാണ് അതിന് വേണ്ട ശക്തി നമുക്ക് തരുന്നത്. അങ്ങനെ ആ മന്ദരപർവ്വതത്തിന്റെ ഭ്രമണവേഗത്താല് പർവ്വതം എന്ത് ചെയ്തു? മുകളിലേക്ക് പൊങ്ങുന്നത് കണ്ടിട്ട് ഭഗവാൻ തന്റെ സഹസ്രബാഹുക്കളോട് കൂടിയ തന്റെ തൃക്കൈ കൊണ്ട് പർവ്വതത്തിന്റെ ശിരസിനെ അമർത്തിപ്പിടിച്ചു. അങ്ങനെ മന്ദരപർവ്വതം പൂർവ്വസ്ഥിതിയിലായി. വീണ്ടും മഥനം തുടങ്ങി. വാസുകിയുടെ മുഖത്തു നിന്നാണെങ്കിലോ ചൂട് കാറ്റ് അങ്ങനെ വരാൻ തുടങ്ങി. ദൈത്യസമൂഹം അത്യന്തം പരവശരായി. ചൂട് വ്യാപിച്ചപ്പോൾ അത് ദേവന്മാരുടെ അടുത്തേക്ക് കൂടി വ്യാപിച്ചു. ദേവന്മാര് ദുഃഖിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മഴ പെയ്യിച്ചു. അങ്ങനെ അവരെ തളർച്ച തീർത്തു. ദേവന്മാര് മഥനം ചെയ്തിട്ടും ദേവാസുരന്മാര് മഥനം ചെയ്തിട്ടും അമൃത് വരാത്തത് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ സഹസ്രബാഹുക്കളെ ഉപയോഗിച്ചിട്ട് ശക്തിയോടുകൂടി മഥനം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പാലാഴിയുടെ അന്തർഭാഗത്തുള്ള മഹാമത്സ്യങ്ങള്, മുതലകള്, ആനകള്, തിമിംഗലങ്ങള് അതൊക്കെ കൂട്ടം കൂട്ടമായിട്ട് വന്നു. അതിന്റെ കൂടെ എന്ത് വന്നു? ഹാലാഹലം എന്ന് പറയുന്ന ഒരു ഉഗ്രവിഷവും വന്നു. ആ വിഷത്തെ കണ്ടിട്ട് സകലരും ഭയപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി ശ്രീ സദാശിവനെ അവര് ശരണം പ്രാപിച്ചു. പരമശിവൻ ആ ഹാലാഹല വിഷത്തെ ലോക രക്ഷയ്ക്കായിട്ട് പാനം ചെയ്തു. ഭഗവാന്റെ ഉള്ളംകൈയിൽ പിരളാൻ പോലും ഉണ്ടായിരുന്നില്ല. അത് ഭഗവാൻ പാനം ചെയ്തപ്പോൾ തൊണ്ടയിൽ മാത്രമേ അത് പറ്റൂ. നമ്മൾ തീർത്ഥം കുടിക്കുന്നത് പോലെ. അപ്പം ആ പാർവതി ദേവിയെ അനുമോദിക്കുകയാണ് ചെയ്തത്. ലോകമാതാവല്ലേ പാർവതി ദേവി? ഭഗവാൻ
ആ ലോകപിതാവാണ്, ലോകമാതാവായിട്ടുള്ള ആ പാർവതി ദേവി ലോകരക്ഷാർത്ഥം അനുമോദിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ ആരാണ്? അവർ രണ്ടുപേരും ആരാണ്? ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ജഗത്തിന്റെ പിതാവും മാതാവുമാണ് പാർവതി പരമേശ്വരന്മാർ. ആ വിഷം ഈശ്വരന്റെ കണ്ഠത്തില് ഒരു നീലവർണ്ണമായിട്ട് ഭവിച്ചു. ജീവരാശികളെയൊക്കെ രക്ഷിക്കാനായിട്ട് വിഷപാനം ചെയ്തവൻ എന്ന ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ആ നീല നിറം ആ ഭഗവാന്റെ കഴുത്തില് അങ്ങനെ ഒരു ഭൂഷണമായിട്ട് ഭവിച്ചു. അന്ന് മുതൽ ഭഗവാൻ ആരായി? നീലകണ്ഠനായിട്ട് മാറി. അതാണ് ശ്രീകണ്ഠൻ. ശ്രീ എന്നുള്ള വാക്കിന് ഐശ്വര്യം എന്നുള്ള അർത്ഥമുണ്ട്, വിഷം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ ശ്രീകണ്ഠനും നീലകണ്ഠനും ഒക്കെ ആയിട്ട് ഭഗവാൻ മാറി. പരമശിവനെ ബ്രഹ്മാവും ശ്രീഹരിയും സതീദേവിയും എല്ലാവരും പ്രശംസിക്കുകയാണ് ചെയ്തത്. ആ രാത്രി എല്ലാവരും ഉറക്കം വിളിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്നും ശിവരാത്രി ആഘോഷിക്കുന്നത്. 18 ഏകാദശി വ്രതം എടുക്കുന്ന ഒരു ഫലമാണത്രേ ഒരു ശിവരാത്രി വ്രതം എടുക്കുന്നത്. അത്രയ്ക്ക് മാഹാത്മ്യം ശിവരാത്രി വ്രതത്തിനുണ്ട്. ഭഗവാൻ വിഷപാനം ചെയ്തപ്പോഴും ആ കയ്യിൽ നിന്നും താഴെ വീണ ചെറിയ തുള്ളി, അതൊക്കെ ആ തേളുകള്, പാമ്പുകള്, ആ വിഷച്ചെടികള്, മറ്റു പ്രാണികള് ഒക്കെ അതൊക്കെ ഗ്രഹിച്ചു. അങ്ങനെയാണ് വിഷച്ചെടികളും വിഷപ്രാണികളും ഒക്കെ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വിഷപാനം ചെയ്ത് നമ്മളെയൊക്കെ രക്ഷിച്ചതിൽ സന്തുഷ്ടരായിട്ടുള്ള ആ അസുരന്മാര് അതിയായ ഉത്സാഹത്തോടു കൂടി വീണ്ടും മദനം ചെയ്തു. അപ്പോൾ അതിൽ നിന്നും കാമധേനുവാണ് പ്രത്യക്ഷപ്പെട്ടത്. അഗ്നിഹോത്രത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പാല്, നെയ്യ് മുതലായത് ഒക്കെ ലഭിക്കുന്നത് ആ കാമധേനു. ആ കാമധേനുവിനെ ആർക്ക് കൊടുത്തു? ഋഷീശ്വരന്മാർക്കാണ് കൊടുത്തത്. പിന്നെ അശ്വശ്രേഷ്ഠനായിട്ടുള്ള ഉച്ചൈസ്രവസ് വന്നു. അത് അസുര രാജാവായിട്ടുള്ള ബലിക്ക് കൊടുത്തു. പിന്നെ ഗജശ്രേഷ്ഠനായിട്ടുള്ള ഐരാവതവും പാരിജാതവും പിന്നെ അപ്സര സ്ത്രീകളും ഒക്കെ പാലാഴിയിൽ നിന്നുണ്ടായി. അതെല്ലാം ദേവന്മാർക്ക് കൊടുത്തു. പിന്നീട് കൗസ്തുഭം വന്നു, അത് ഭഗവാൻ തന്റെ കഴുത്തിലണിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ആവിർഭാവമാണ്. ലക്ഷ്മി ദേവി അതാ വർണ്ണമാല്യവും പിടിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് ദേവന്മാരും അസുരന്മാരും എല്ലാവരും ആ ദേവിയിൽ തന്നെ ആഗ്രഹമുള്ളവരായിട്ട് തീർന്നു. സദ്ഗുണസമ്പന്നനായിരിക്കുന്ന ആളായിരിക്കണം തന്റെ ഭർത്താവ് എന്ന സങ്കല്പത്തോടുകൂടി ദേവി അവിടെ ഇരുന്നവരെ എല്ലാരെയും വീക്ഷിച്ചു, വിലയിരുത്തി. എല്ലാ ഗുണങ്ങളും തികഞ്ഞത് ഭഗവാനാണെന്ന് കണ്ടു. പക്ഷെ ഭഗവാനാണെങ്കിലോ തന്നെ കാക്ഷിക്കുന്നു പോലുമില്ല. എന്നാലും സർവഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള ആ ഭഗവാന്റെ കഴുത്തില് ദേവി വർണ്ണമാല്യം ചാർത്തി. ഭഗവാനാണെങ്കിലോ ദേവിയെ തന്റെ മാറോട് ചേർത്തു. ദേവി ഭഗവാന്റെ വക്ഷസിൽ വസിച്ചുകൊണ്ട് ത്രിലോകവാസികളെയും തന്റെ കാരുണ്യ കടാക്ഷത്താല് സർവസമ്പത് സമർത്ഥരാക്കി തീർത്തു. ഭഗവാനെ ഭജിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും. കാരണം എന്താണ്? ഭഗവാന്റെ വക്ഷസിലല്ലേ ലക്ഷ്മി ദേവിയുടെ സ്ഥാനം. അപ്പോൾ സമ്പത്ത് വേണമെന്നുള്ളവർ, ഐശ്വര്യം വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം? ഭഗവാനെ ഭജിക്കണം. ഭഗവാനെ ഭജിച്ചാല് തീർച്ചയായിട്ടും ആ ലക്ഷ്മി ദേവി അവിടെ ആ അനുഗ്രഹം നമുക്കുണ്ടാകും. അതിനുശേഷം വന്നത് വാരുണി ദേവിയാണ്. മദ്യത്തിന്റെ അതിദേവതയാണ് വാരുണി ദേവി. ആ മദ്യം സേവിക്കുന്നവരൊക്കെ അസുരന്മാരാണ്. മദ്യം ഒരിക്കലും നമ്മൾ സേവിക്കാൻ പാടില്ല. അത് സേവിച്ചാലോ പല അനർത്ഥങ്ങളും നമുക്കുണ്ടാകും. നമ്മളെ അത് നാശത്തിലേക്ക് നയിക്കുകയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നത് പിന്നെ പാലാഴി മദനം ചെയ്തപ്പോൾ സാക്ഷാൽ ശ്രീ ധന്വന്തിരിമൂർത്തി പ്രത്യക്ഷപ്പെടുകയാണ്. അമൃതാപൂർണ കലശം ബിഭ്രത്വലയഭൂഷിതഃ സ വൈ ഭഗവത് സാക്ഷാൽ വിഷ്ണോരംശാംശ സംഭവഃ ധന്വന്തരീതി വിഖ്യാത ആയുർവേദ ദൃഗിജ്യഭാഗ്. സമുദ്രമധ്യത്തിൽ നിന്നും ശ്യാമള നിറം പൂണ്ട അതീവ സുന്ദരനായിട്ടുള്ള ഇരുകൈകളിൽ അമൃതകുംഭവും പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് തന്റെ ഭക്തന്മാരുടെ ദുഃഖത്തെ മാറ്റാനായിട്ട് സാക്ഷാൽ ധന്വന്തിരിമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ഓം ശ്രീ ധന്വന്തിരിമൂർത്തയേ നമഃ. ആ പരമാചാര്യനായിട്ട്, ആയുർവേദത്തിന്റെ പരമാചാര്യനായിട്ട് കീർത്തിക്കപ്പെട്ട അവതാരമാണ് ശ്രീ ധന്വന്തിരിമൂർത്തി. ആ ധന്വന്തിരിമൂർത്തിയുടെ കയ്യിൽ നിന്നും അസുരന്മാര് അമൃതകലശം എന്ത് ചെയ്തു? വേഗത്തിൽ തട്ടിപ്പറിച്ചു. ദേവന്മാര് ദുഃഖിതരായി. ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയ അസുരന്മാര് കലഹം തുടങ്ങി. ആരാണ് അമൃതം ആദ്യം പാനം ചെയ്യേണ്ടത് എന്ന കാര്യത്തില് തർക്കവും കലക്കവും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ അതാ ഒരു സുന്ദരിയുടെ രൂപത്തില്, മോഹിനി രൂപത്തിൽ അവിടെ എത്തി. ഏവരെയും മോഹിപ്പിക്കുന്ന മോഹിനി രൂപത്തില് അസുരന്മാർ ആകൃഷ്ടരായി. അവരുടനെ എന്ത് ചെയ്തു? പീയൂഷ കുംഭമെല്ലാം അവരുപേക്ഷിച്ചു. അസുരന്മാരെല്ലാവരും ആ മോഹിനിയുടെ പിറകെ പോയി.
എന്നിട്ട് മോഹിനിയോട് ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? ആരുടെ പുത്രിയാണ്? നിന്റെ കടാക്ഷത്താൽ ഞങ്ങൾ കാമപീഡിതരായിരിക്കുന്നു. ഈ അമൃതത്തെ ദേവി തന്നെ ഞങ്ങൾക്ക് വിഭജിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അസുരന്മാരുടെ അപേക്ഷ കേട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു, ഹേ കശ്യപപുത്രന്മാരെ, നിങ്ങളെ പണ്ഡിത പുത്രന്മാരായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു പുംസ്ഥലിയാണ്, എന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്രകാരമൊക്കെ കപടോക്തികളൊക്കെ പറഞ്ഞപ്പോൾ അസുരന്മാർക്ക് ഈ മോഹിനിയില് അതിവിശ്വാസമാണ് ഉണ്ടായത്. അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അമൃതകുംഭം ദേവിയുടെ കയ്യിൽ കൊടുത്തു. ദേവി തന്നെ വിളമ്പിത്തരണമെന്ന് അവര് നിർബന്ധിച്ചു. ഭഗവാൻ അമൃതകുംഭത്തെ സ്വീകരിച്ചിട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ അസുരശ്രേഷ്ഠന്മാരെ, ഞാൻ ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഞാൻ അമൃതം വിഭജിച്ചു തരാം. അങ്ങനെ ദേവിയുടെ മാഹാത്മ്യം അറിയാത്ത ആ ദൈത്യന്മാര് ശരി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സമ്മതിച്ചു. ദേവി ന്യായമായിട്ട് ഭാഗിച്ചു തരാനായിട്ട് അവര് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അമൃത കുംഭവുമായിട്ട് ദേവി അതാ വരുന്നു. ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ വേറെ വേറെ പന്തികളിൽ അങ്ങനെ ഇരുത്തി. എന്നിട്ട് അസുരന്മാര് തന്റെ കടാക്ഷ മധുര ഭാഷണങ്ങളൊക്കെ കൊണ്ട് മോഹിപ്പിച്ചിട്ട് ദേവന്മാർക്ക് അമൃത വിളമ്പിക്കൊടുത്തു. അവരെ അമരരാക്കി തീർത്തു. ദേവന്മാരും അസുരന്മാരും തുല്യരായിട്ടാണ് പ്രവർത്തിച്ചത്. പിന്നെ ഭഗവാൻ ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുത്തത് അന്യായമല്ലേ എന്ന സംശയം ഭക്തന്മാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വ്യാസഭഗവാൻ തന്നെ പറയുകയാണ്, അസുരാണാം സുധാദാനം സർപ്പാണാമിവ ദുർനയം മത്വാ ജാതി നൃശംസാനാം നത്വാം വിഭജതച്യുതഃ. ജന്മനാ ക്രൂരന്മാരാണ് അസുരന്മാര്. ആ അസുരന്മാർക്ക് അമൃത് കൊടുത്താലോ സർപ്പങ്ങൾക്ക് പാല് കൊടുക്കുന്ന ദോഷമാണ് സംഭവിക്കുക. പാമ്പിന് പാല് കൊടുത്താൽ എന്ത് പറ്റും? ആ കൊടുക്കുന്ന ആളിന്റെ തന്നെ അത് കടിക്കും. അതുപോലെ അസുരന്മാര് അമൃതം കുടിച്ച് അവര് മരണരഹിതരായാല് സമൂഹത്തെ ദ്രോഹിക്കും, അവർ അന്യായം പ്രവർത്തിക്കും. അമൃതം ന്യായമായിട്ട് പാകിച്ച് തരാനാണല്ലോ ആ അസുരന്മാര് മോഹിനിയോട് പ്രാർത്ഥിച്ചത്. സ്വതേ ദോഷശീലരായിട്ടുള്ള അസുരന്മാർക്ക് അമൃത് കൊടുക്കുന്നത് ന്യായമല്ല. അതുകൊണ്ട് ഭക്തരായിട്ടുള്ള ദേവന്മാർക്ക് തന്നെ ദേവി അമൃതം കൊടുത്തു. അത് തന്നെയാണ് ന്യായം എന്ന് ചിന്തിച്ചിട്ടാണ് ഭഗവാൻ അസുരന്മാർക്ക് അമൃത് കൊടുക്കാതിരുന്നത്. എന്നാൽ സ്വർഭാനു എന്ന് പറയുന്ന അസുരൻ ആ ദേവിന്റെ വേഷം ഒക്കെ സ്വീകരിച്ചിട്ട് സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ ചെന്നിരുന്നു. ഭഗവാൻ ആ സ്വർഭാനുവിന് അമൃത് കൊടുത്തു. ആ ഉടൻ തന്നെ സൂര്യചന്ദ്രന്മാര് കാണിച്ചു കൊടുത്തു. പുരികക്കൊടികളെ കൊണ്ട് കാണിച്ചു കൊടുത്തു, ഇത് അസുരനാണെന്ന് കാണിച്ചു കൊടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന ചക്രം കൊണ്ട് ആ അസുരന്റെ ശിരസ് ഛേദിച്ചു. അമൃതം പാനം ചെയ്തതുകൊണ്ട് അവന്റെ ശിരസിൽ നിന്നും ചൈതന്യം വേർപെട്ടില്ല. ആ ശിരസിനെ രാഹു എന്നുള്ള ഗ്രഹമായിട്ട് കൽപ്പിച്ചു. ഈ സൂര്യചന്ദ്രന്മാരാണല്ലോ ഈ അസുരനെ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തരം കിട്ടുമ്പോഴൊക്കെ ഈ രാഹു എന്ത് ചെയ്യും? സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങും. അതാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ ആയിട്ട് നമ്മൾ കരുതുന്നത്. അമൃതസ്പർശം ലഭിക്കാതിരുന്ന സ്വർഭാനുവിന്റെ ശരീരമാണെങ്കിലോ താഴെ വീണ് ചേതനരഹിതമായിട്ട് ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒരേ കർമ്മമാണ് ചെയ്തത്. അസുരന്മാർക്ക് അമൃത് കുടിക്കാൻ സാധിച്ചോ? ഇല്ല. എന്താണ് കാരണം? വ്യാസഭഗവാൻ പറയുന്നു, ഏവം സുരാസുരഗണ സമദേശകാല ഹേത്വർത്ഥ കർമ്മമതയോപി ഫലേ വികൽപാഃ തത്രാമൃതം സുരഗണ ഫലമഞ്ജസാഭൂർ യത്പാദ പങ്കജരജ ശ്രയണാന ദൈത്യാഃ. ദേവന്മാരും അസുരന്മാരും ഒരേ ദേശത്ത് ഒരേ സമയം ഒരേ കർമ്മം ചെയ്തു. പക്ഷെ ഫലം അസുരന്മാർക്ക് കിട്ടിയില്ല. എന്താണ് കാരണം? അസുരന്മാര് ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചില്ല. ആരാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, ആർക്കാണോ ഭഗവാനില് ഭക്തിയുള്ളത്, അവരുടെ പ്രയത്നം മാത്രമേ സഫലമാകുള്ളൂ. ഭക്തിയില്ലാതെ ഏത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാനെ ശരണം പ്രാപിക്കണം. ആപൽ ബാന്ധവനാണ് ഭഗവാൻ. ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടിയില്ല. ഭഗവാൻ രക്ഷിക്കും. നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? ആ ഭഗവാന്റെ ഭക്തന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല. ഭഗവാൻ ആശ്രിത വത്സലനാണ്, കാരുണ്യമൂർത്തിയാണ്, ദയാപരനാണ്. ആ ഭഗവാനെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് വിജയം സുനിശ്ചിതമാണ്. അല്ലാത്തവർക്കോ യജ്ഞശ്രമ ഏവ കേവലം, പരിശ്രമം മാത്രമേ ഉള്ളൂ, അവർക്ക് ഫലം കിട്ടില്ല. അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചതുകൊണ്ടല്ലേ ആ മഹാഭാരത യുദ്ധത്തില് വിജയശ്രീയിൽ ആളിതനാകാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ കാല ദേശ അവസ്ഥ വിശേഷം ഒന്നും പോരാ,
ഈശ്വരാനുകൂല്യം വേണം. ഈശ്വരാനുകൂല്യം വേണം, എങ്കിലേ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. പിന്നെ അതിനുശേഷം എല്ലാത്തിലും ആ ഭഗവാനെ സർവാത്മന വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കണം. അത് തന്നെയാണ് ആ പാലാഴി മദനത്തിന്റെ തത്വം എന്ന് പറയുന്നത്. ഇതറിയാത്ത അസുരന്മാരെന്ത് ചെയ്തു? ദേവന്മാരോട് വീണ്ടും യുദ്ധം ചെയ്തു. ആ ദേവന്മാരെ എല്ലാം മായ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇതറിഞ്ഞിട്ട് ഭഗവാൻ അവിടെ വന്ന് അനുഗ്രഹിക്കാനായിട്ട് അവിടെ വന്നിട്ട് വീണ്ടും ദേവന്മാരെ എല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു. ആ അസുരന്മാരെയൊക്കെ ഭഗവാൻ വകവരുത്തുകയും ചെയ്തു. ഇവിടെ വ്യാസഭഗവാൻ പറയുകയാണ്, ഹരിസ്മൃതി സർവ വിപത് വിമോചനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരികയാണെങ്കിൽ നമ്മൾ ഭഗവാനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇത് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. 10-ാമത്തെ അധ്യായത്തില് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹരിസ്മൃതി സർവ വിപത് വിമോക്ഷണം. നമുക്ക് എന്താപത്ത് വന്നാലും നമ്മൾ ആശ്രയിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ്. എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് ആ ഭഗവാനാണ്. യസ്യ സ്മരണ മാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ എന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ എന്നും ചൊല്ലൂലേ? ആ ഭഗവാന്റെ സ്മരണം ഒന്നുകൊണ്ട് മാത്രം തന്നെ നമുക്ക് എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നാരദ മഹർഷിയും പറയുന്നുണ്ട്, നാരായണ ഭുജാശ്രേയ ഭവത്ഭീര അമൃതം പ്രാപ്തം. ആരാണോ ഭഗവാനെ പ്രാപിച്ചത്, നാരായണനെ ആശ്രയിച്ചത്, അവർക്കാണ് ആ അമൃതം ലഭിച്ചത്. അങ്ങനെ ആശ്രയിച്ചത് കൊണ്ട് ആ അമൃതം ആ ദേവന്മാർക്ക് ലഭിച്ചു. പിന്നെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താല് എല്ലാ ഐശ്വര്യ സമൃദ്ധികളും ഉണ്ടായി. അങ്ങനെ അവരെന്ത് ചെയ്തു? ദേവന്മാര് ആ യുദ്ധത്തിൽ നിന്നെല്ലാം വിരമിച്ചു. നാരദ മഹർഷിയുടെയൊക്കെ വാക്കുകളെയൊക്കെ മാനിച്ച് ദേവന്മാരെല്ലാവരും കോപം അടക്കി അവരെല്ലാവരും സന്തോഷത്തോടുകൂടി സ്വർഗത്ത് പോയി സുഖമായിട്ട് താമസിച്ചു. ഇനി പാലാഴി മദനത്തിന്റെ തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. സാധകന്മാരുടെ സാധന അനുഷ്ഠാനത്തിന്റെ പ്രതീകമാണ് പാലാഴി മദനം. സാധകരായ നമ്മൾ സാധന ചെയ്ത് സാധ്യത്തിൽ എത്തിച്ചേരണം. സാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധിക്കേണ്ടത്, പ്രാപിക്കേണ്ടത്. ഏതിനെയാണ് പ്രാപിക്കേണ്ടത്? ആ ഭഗവാനെയാണ് നമ്മൾ നേടേണ്ടത്. സാധകന്മാരായ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ ഐരാവതത്തിൽ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അഹങ്കാരമാകുന്ന ഐരാവതത്തിന്റെ പുറത്താണ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ലേക്കോന്യോസ്തി സദൃശോമയ, എന്നെ പോലെ ശ്രേഷ്ഠനാരുണ്ട്, എന്നെക്കാട്ടിലും ധനികനാരുണ്ട്, എന്നെക്കാട്ടിലും ജ്ഞാനി ആരുണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിചാരം. ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരികള് മഹാത്മാക്കളുടെ ഋഷീശ്വരന്മാരുടെ സതുപദേശമാകുന്ന പൂമാലയെ എന്ത് ചെയ്യും? അവര് മാനിക്കില്ല. അതിനെ വേണ്ട പോലെ ഒന്നും ശ്രദ്ധിക്കാറില്ല. അതിനെ ചവിട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അവർ വീണ്ടും മഹാത്മാക്കൾ എന്ത് ചെയ്യും? നമുക്ക് സതുപദേശങ്ങൾ പറഞ്ഞു തരും. നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? പതനമുണ്ടാകും. തന്മൂലം സകല ഐശ്വര്യങ്ങളും നശിക്കും. പതനം വന്നാല് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഭഗവാനെ ആശ്രയിക്കുക തന്നെയാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ഭഗവാനെ ആശ്രയിച്ച് പ്രയത്നിക്കണം. പ്രയത്നിക്കുമ്പോഴോ പല പല തടസ്സങ്ങളും വരാം. അപ്പോഴൊക്കെ നമ്മൾ ഇട്ടിട്ട് പോകരുത്. നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഭഗവാനെ ശരണം പ്രാപിക്കണം, പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ച് പ്രയത്നിക്കുന്നവരുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ശാപം കിട്ടിയപ്പോൾ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും കൂടി എന്ത് ചെയ്തു? ഭഗവാനെ ധ്യാനിച്ചു. ഭഗവത് ധ്യാനമാകുന്ന മദനത്തിലൂടെ അന്ധക്കരണം പരിശുദ്ധമായാല് ആത്മസാക്ഷാത്കാരമാകുന്ന അമൃതിനെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. പാലാഴി മദനം എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാലാഴി എന്ന് പറയുന്നത് മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സിനെ മദനം ചെയ്യുന്നതാണ് പാലാഴി മദനം. സത്യസ്വരൂപനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളില്. പാലിൽ വെണ്ണ എവിടെയാണ് ഇരിക്കുന്നത്? വെണ്ണ പാലിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. സർവത്ര വ്യാപിച്ചാണ് ഇരിക്കുന്നത്. വെണ്ണ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാലിനെ തപിപ്പിക്കണം, പിന്നെ തിളപ്പിക്കണം. ആ തപിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? തിളപ്പിക്കുക എന്ന് പറയണം. പിന്നെ എന്ത് ചെയ്യണം? അതിനെ തണുപ്പിക്കണം, ഒഴിക്കണം, ഒരു രാത്രി വയ്ക്കണം, പിറ്റേന്ന് രാവിലെ എടുത്ത് കടയണം, മഥനം ചെയ്യണം. അപ്പോൾ നമുക്ക് വെണ്ണ കിട്ടും. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാനെ ലഭിക്കാനായിട്ട് നമുക്ക് തപിക്കണം. ആ തപിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യും? ആശ്രയിക്കും. അങ്ങനെ നമ്മൾ ആ ഭഗവാനെ ആശ്രയിച്ച് നമ്മുടെ താപങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാകും.
പിന്നെ ഔഷധികൾ ഇടണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാണ്? അത് ശമദമാദികളുടെ പ്രതീകമാണ്. ഔഷധികൾ മനോനിയന്ത്രണം, അതായത് ഇന്ദ്രിയ നിയന്ത്രണം, പിന്നെ ബുദ്ധിയുടെ നിയന്ത്രണം, ആഹാര നിയന്ത്രണം, ഈ നിയന്ത്രണമാണ് ഈ ഔഷധികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കടകോൽ എന്താണ്? നമ്മുടെ പ്രാരബ്ധമാണ്. മന്ദരപർവ്വതം പ്രാരബ്ധമാകുന്ന കടകോലിന്റെ പ്രതീകമാണ്. ഈശ്വരാർപ്പണം ബുദ്ധിയാകുന്ന ആ വാസുകി, ശുഭാശുഭ ചിന്തകളാകുന്ന ദേവാസുരന്മാര്. ദേവന്മാര് ഊർധ്വമുഖ വാസനകളുടെ പ്രതീകമാണ്, അസുരന്മാര് അധോമുഖ വാസനകളുടെ പ്രതീകമാണ്. പിന്നെ ധ്യാനമാകുന്ന മഥനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം എന്തുവരും? നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് ദുഷ്ചിന്തകളൊക്കെയാണ് ഉണ്ടാകുന്നത്. അതാണ് ഹാലാഹല വിഷം വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിഭ്രമിക്കരുത്. അതിനെയും നമ്മൾ ഭഗവാന് സമർപ്പിക്കണം. എന്നിട്ട് ധ്യാനം തുടരണം. പിന്നെ അണിമാതി സിദ്ധികളൊക്കെ വരും. അതാണ് കാമധേനുവെന്നും ഐരാവതം ഉച്ചസ്രവസൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സിദ്ധികളുടെ പിറകെയൊന്നും നമ്മൾ പോകരുത്, അതിലൊന്നും ഭ്രമിക്കരുത്. അതിൽ ഭ്രമിച്ചാല് ആ സച്ചിദാനന്ദമാകുന്ന അമൃത് നമുക്ക് ലഭിക്കില്ല. അമൃത് ലഭിക്കണമെങ്കിൽ ധ്യാനമാകുന്ന മഥനം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം. അവസാനം അമൃത് ലഭിക്കും. അമൃതാകുന്ന ആ ബ്രഹ്മപ്രാപ്തി നേടിയാലും പതനം പതന സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അതാണ് അമൃതകുംഭം അസുരന്മാര് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നാം എന്ത് ചെയ്യണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാനെ ശരണം പ്രാപിച്ചാല് ഭഗവാൻ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് ഭഗവത്ഗീതയിലെ എത്ര സ്ഥലത്താണ് ഭഗവാൻ ഉറപ്പ് തന്നിരിക്കുന്നത്? അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ മറ്റൊരു ചിന്തയും കൂടാതെ ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നത്, അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാലോ, നമുക്ക് എന്തൊക്കെയാണ് നേടേണ്ടത് അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ആ നേടിയതിനെ സംരക്ഷിക്കുകയും വേണ്ടേ? അതും ഭഗവാൻ തന്നെ ചെയ്തു തരും. ഇതാണ് നമ്മുടെ LIC-ക്കാര് അവരുടെ എംബ്ലത്തിൽ വെച്ചിരിക്കുന്നത്. യോഗക്ഷേമം വഹാമ്യഹം, രണ്ട് കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് ഗീതയുടെ അവസാനവും ഭഗവാൻ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ സുജ. നമ്മളാരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സകല ധർമ്മങ്ങളും ഏകധർമ്മമാകുന്ന ആ ഭഗവാനിൽ സമർപ്പിക്കണം. അങ്ങനെ ആരാണോ ശരണം പ്രാപിക്കുന്നത് അവരുടെ സകല പാപവും നശിച്ച് ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എല്ലാ കർമ്മങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. അങ്ങനെയുള്ളവര് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് ഭവാമിന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസ. ആരാണോ സകലതും ഭഗവാനിൽ സമർപ്പിച്ച് ശരണം പ്രാപിക്കുന്നത് അവർക്ക് ഈ മൃത്യു സംസാര സാഗരത്തിൽ നിന്നും വേഗത്തിൽ ഉദ്ധരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവടിയില്ല. പാലാഴി മദനത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് അത് തന്നെയാണ്. ഭഗവാനെ ആശ്രയിക്കുക. ആ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ആനന്ദാമൃതം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭഗവത് കാരുണ്യവും ഭക്തവാത്സല്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പാലാഴി മഥനം എന്ന ലീല അനുസ്മരിക്കാനായിട്ട് അവസരം തന്ന മനു തിരുമേനിക്കും ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവരുടെയും പാദങ്ങളിൽ വിനീതമായിട്ട് നമസ്കാരം അർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൂടി നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ നാരായണ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാവിലത്തെ ഒരു അലയടിക്കല് അല്ലെ, ഗംഭീരമായി. കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ നമ്മള് ആ പാലാഴി മഥനത്തിന്റെ കഥയിലായിരുന്നു. ശരിക്കും വളരെ വൃത്തിയായിട്ടുള്ള ഒരു അവലോകനം. ഇത്രേ അടുക്കും ചിട്ടയായിട്ട് അങ്ങനെ എന്താ പറയാ, ഇടതടവില്ലാത്ത വാക്കുകളോടുകൂടി ആ കഥ നമുക്ക് ഭംഗിയായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളത് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എന്നുള്ളതും അത് കാണിച്ചെന്ന വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇനിയും
ധാരാളം സത്സംഗങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ധാരാളം ആൾക്കാരിലേക്ക് നാരായണീയവും ഭാഗവതവും ഒക്കെ എത്തിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടിയിട്ട് നമുക്ക് ആയുസ്സോടും ഇങ്ങനെ ഓടി നടന്ന് ഭഗവത് കഥകൾ പറയാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പാരായണമല്ല 10 മിനിറ്റ് നമ്മളുടെ രാവിലത്തെ റെസ്റ്റ്. അപ്പം ആ 10 മിനിറ്റ് കൊണ്ട് എത്ര പാട്ട് പാടാവോ അത്രയും പാട്ട് പാടാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. ഹരേ കൃഷ്ണ. വാസന്തിയമ്മ ഉണ്ടോ ഇതില്? വാസന്തിയമ്മ ഒരു കീർത്തനം പാടുമോ? ഞാൻ പാടട്ടെ. ഗോപാല ബാലകനേ ഗോപികാ കാന്ത ഗോപാല ബാലകനേ മഞ്ഞ പൂന്തുക്കിൽ ചാർത്തും മാധവ മനോഹര മഞ്ഞ പൂന്തുക്കിൽ ചാർത്തും മാധവ മനോഹര മലരടി പണിയുന്നേ ഞാനേവം ദയാനിധേ മലരടി പണിയുന്നേ ഞാനേവം ദയാനിധേ ഗോപാല ബാലകനേ ഗോപികാ കാന്ത ഗോപാല ബാലകനേ കായാമ്പൂ നിറം പൂണ്ട പൂമേനി കാണുവാൻ കായാമ്പൂ നിറം പൂണ്ട പൂമേനി കാണുവാൻ മായാമാനുഷ കൃഷ്ണ ഞാനേവം ഭജിക്കുന്നേൻ മായാമാനുഷ കൃഷ്ണ ഞാനേവം ഭജിക്കുന്നേൻ ഗോപാല ബാലകനേ ഗോപികാ കാന്ത ഗോപാല ബാലകനേ ഞാൻ ചെയ്തോരപരാധം സർവം ക്ഷമിച്ചെന്നെ ഞാൻ ചെയ്തോരപരാധം സർവം ക്ഷമിച്ചെന്നെ കാത്തുകൊള്ളണേ ദേവാദേവേശ ദയാനിധേ കാത്തുകൊള്ളണേ ദേവാദേവേശ ദയാനിധേ ഗോപാല ബാലകനേ ഗോപികാ കാന്ത ഗോപാല ബാലകനേ. ഹരി ഓം. ഹരേ കൃഷ്ണ. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ. ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ അവിടുന്നാണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാഞ്ഞു? പറയേണ്ടതൊക്കെ മറന്നു പോയോ? തൊഴുകൈയുമായി ഞാൻ നിന്നപ്പോളൻ ചുണ്ടു കൊതിയോടെ കണ്ണാ വിളിച്ചുപോയി. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ